നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് അടിച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി, 2 മാസത്തോളമായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ വിന്നർ അനുമോളാണ്. പക്ഷേ നമുക്കറിയാം, ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും വിന്നർക്ക് കുറച്ച് നാളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതങ്ങ് മാറും, സ്വാഭാവികം. അടുത്ത സീസൺ വരുമ്പോൾ അതങ്ങ് മാറും. പക്ഷെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വിന്നറെക്കാട്ടിലും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്. അതിൽ സംശയമൊന്നും തന്നെ ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിയതിന് ശേഷവും ഒരു 2ാം സ്ഥാനം കിട്ടിയ ആൾ അത് നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് അതിൽ സംശയമില്ല. അതിൽ തന്നെ മലയാളത്തിലെ തന്നെ മുഖ്യധാര മാധ്യമ ചാനലുകളിൽ തന്നെ അനീഷ് ഇടം പിടിക്കുക എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രീതി ഏഷ്യാനെറ്റിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കുറേയധികം പ്രോഗ്രാംസിൽ അനീഷ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിന്നറായിട്ടുള്ള അനുമോളെക്കാട്ടിലും കൂടുതൽ ഏഷ്യാനെറ്റ് അനീഷിനെയാണ് കൂടുതൽ പ്രോഗ്രാംസിൽ ഏഷ്യാനെറ്റിൻ്റെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ന്യൂസ് 18 ഒരു അവാർഡ് പോലും അനീഷ് ഇപ്പോൾ സ്വന്തമാക്കുകയുണ്ടായി ഈ ഒരു ഇടക്കാല സമയത്ത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അനീഷ് മാതൃഭൂമി ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതും ദി കോമൺ മാൻ. ആ ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു കോമണറായിട്ട് ബി ഹൗസിൽ വന്ന് അത്രയധികം ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ബാക്കി എല്ലാവരും ഈ പറയുന്ന രീതിയിൽ കുറേയധികം സെലിബ്രിറ്റികൾ എന്നുള്ള ആ ഒരു ലേബലിൽ വന്ന് അതിനുള്ളിൽ നിന്ന് മത്സരിക്കുന്നവരാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആരും ഒന്നും നേരെ ചൊവ്വേ അറിയാത്ത ഒരു കോമൺ മാൻ അതിനുള്ളിൽ വന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു 100 ദിവസം കൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു തരംഗമായി മാറി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അതത്ര ചെറിയൊരു കാര്യമല്ല. അത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ പോലൊരു വ്യക്തി നേടിയെടുക്കുക എന്നുള്ളത് അത് അയാളുടെ കഴിവ് തന്നെയാണെന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതിൻ്റെയൊക്കെ തന്നെ ഒരു നേട്ടങ്ങളായിരിക്കും ഇപ്പോൾ അനീഷിനെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അതിൽ തന്നെ ഇപ്പോൾ ദി കോമൺ മാൻ മാതൃഭൂമിയുടെ തന്നെ ഒരു ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോകുന്നത് ജനുവരി 29, ഫെബ്രുവരി 1 കനകക്കുന്ന് പാലസ്, തിരുവനന്തപുരത്താണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അനീഷും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്, ഇതിൽ അനീഷിന്റെ ഒരു പരിപാടി വരാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത്. അനീഷ് തന്നെ അത് പോസ്റ്റ് ഇട്ടുകൊണ്ട് ദി കോമൺ മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ തന്നെ അനീഷ് ടി എ ബിഗ് ബോസ്, പൂജ ലക്ഷ്മി റിപ്പോർട്ടറാണ്. അപ്പോൾ അനീഷ് ഇതിൽ പങ്കെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗസ്റ്റായിട്ട് വരിക എന്നുള്ള തരത്തിൽ അനീഷിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. മാതൃഭൂമി പോലുള്ള ഒരു ചാനൽ നടത്തുന്ന ഒരു പരിപാടി, അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് വരിക, ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഇതിനു മുന്നേ തന്നെ മാതൃഭൂമി അനീഷിൻ്റെ പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷിനെ ശരിക്കും പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ മലയാളത്തിലെ പല പ്രമുഖ മാധ്യമ ചാനലുകളും ആ ഒരു തരത്തിൽ അനീഷിനെ സെലക്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അനീഷിന്റെ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തത് മാതൃഭൂമി ബുക്സിന്റെ ആ ഒരു ഇതിലാണ്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 ചാനലിൽ അനീഷിന് ഒരു അവാർഡ് കിട്ടുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും മാതൃഭൂമിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ അനീഷ് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഏഷ്യാനെറ്റിലെ പല പ്രോഗ്രാംസിലും ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം മറ്റൊരു കണ്ടസ്റ്റൻസിനും കിട്ടാത്ത തരത്തിൽ, അതായത് ഈ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ അനിമോൾക്ക് പോലും ആ ഒരു ലെവലിൽ ചാനൽസിൽ വന്നിട്ട് ഇത്രയധികം പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം. അതെനിക്ക് തോന്നുന്നു സെക്കൻഡ് പ്ലേസ് കിട്ടിയ അനീഷിനാണ് ആ ഒരു തരത്തിൽ കൂടുതൽ അവസരം ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ കിട്ടിയിരിക്കുന്നത് തന്നെ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഷാനവാസ് ഉൾപ്പെടെ പറയുകയാണെങ്കിലും ആ ഒരു ലെവലിൽ വന്നിട്ടില്ല ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ ഒരു കോമണർക്കാണ് ഇതൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു രീതിയിലുമുള്ള ഒരു സെലിബ്രിറ്റി ലേബലോ ഒന്നുമില്ലാതെ വന്ന് ബിഗ് ബോസിൽ വന്നു പുറത്തിറങ്ങി ഒരു സെലിബ്രിറ്റി ആയി മാറിയ, അല്ലെങ്കിൽ ജനങ്ങൾ ആ ഒരു തരത്തിൽ ആക്കി മാറ്റിയ ഒരു വ്യക്തി ഈ ഒരു തരത്തിലുള്ള ഒരു ലെവലിലേക്ക് ഉയരുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അയാളുടെ ഒരു നേട്ടം അല്ലെങ്കിൽ അയാളുടെ ഒരു കഴിവ് തന്നെയാണ്. അയാളെ ജനങ്ങൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വിന്നർ ആയില്ലെങ്കിൽ കൂടിയും ആ ഒരു തരത്തിലുള്ള ഒരു പരിഗണന പലയിടങ്ങളിൽ നിന്നും അയാൾക്ക് കിട്ടുക എന്ന് പറയുന്നതും അയാളെ അത്രത്തോളം അക്സെപ്റ്റൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശാന്തമായി തണുക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും അനീഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഓരോ കാര്യത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ഒക്കെ തന്നെയും അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കോമൺ മാൻ എന്ന രീതിയിൽ ശരിക്കും ഒരു കോമണറായിട്ട് അതിൻ്റെ അകത്ത് വന്ന് നേട്ടം കൊയ്ത അനീഷിന് ഈ ഒരു കാര്യത്തിൽ അഭിമാനിക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊരു നേട്ടം തന്നെയാണ്. അത് മറ്റു പലർക്കും അതൊരു പ്രചോദനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.